ഹലോ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്, പോക്സോ ആക്റ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 3-4 ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ പഠിക്കാൻ പോകുന്നത് പോക്സോ ആക്ട് 2012. എന്താണ് പോക്സോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് തടയുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു നിയമമാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഇതെന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2012 ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ പോക്സോ ആക്ട് എന്നാണ് പാസ്സായത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 2012 ജൂൺ 19 പോക്സോ ആക്ട് എന്ത് ചെയ്യുന്നത്, പാസ്സാകുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പോക്സോ ആക്ട് പാസ്സായതെന്ന് 2012 ജൂൺ 19 പോക്സോ ആക്ട് എന്ത് ചെയ്യുന്നത്, പാസ്സാകുന്നത്. ഓക്കെ, ഇനി ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിക്കും. അത് 2012 നവംബർ 14 ശിശുദിനത്തിൻ്റെ അന്ന്. ഓക്കെ, 2012 നവംബർ 14 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി പോക്സോ ആക്ടിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ അല്ലെങ്കിൽ മൊത്തം എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, പോക്സോ ആക്ട് 2012 നിയമപ്രകാരം അധ്യായങ്ങളുടെ എണ്ണം എത്ര, 46 അധ്യായങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ IRBയുടെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോക്സോ ആക്ട് 2012 അധ്യായങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്, 46 ആയിരുന്നു. ഓക്കെ, ഇനി അതുപോലെ പോക്സോ ആക്ടിലെ 2012 സെക്ഷനുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കും. ഓക്കെ, അധ്യായങ്ങളുടെ എണ്ണം 9 ആണ്. അധ്യായങ്ങളുടെ എണ്ണം 9 സെക്ഷനുകളാണ് 46. ഓക്കെ, എത്ര അധ്യായങ്ങളാണുള്ളത്, 9 അധ്യായങ്ങളാണുള്ളത്. സെക്ഷൻ 46. ഓക്കെ, 46 സെക്ഷനുണ്ട്. ഓക്കെ, അധ്യായങ്ങൾ 9 കേട്ടോ, 46 9. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വരുന്നത്, കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏത് എന്ന് ചോദിക്കും. ഓക്കെ, കുട്ടികളുടെ അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ അത് ഏത് സംഘടനയുടെ അല്ലെങ്കിൽ ഏത് മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, നമുക്ക് ഈ 2012 അധ്യായങ്ങളുടെ എണ്ണം 9. ഓക്കെ, സെക്ഷനാണ് എത്രയുള്ളത്, 46 സെക്ഷൻ ഉള്ളത്. ഓക്കെ, അധ്യായങ്ങൾ 9 അധ്യായങ്ങളുണ്ട്, 46 സെക്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി ഈ പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് മറ്റൊരു ചോദ്യം പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, അവിടെ ചോദിക്കാം. പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ പോക്സോ കേസ് അല്ലെങ്കിൽ പോക്സോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ ആക്റ്റിൽ അല്ലെങ്കിൽ ഈ നിയമത്തിൽ ആൺ പെണ്ണെന്നുള്ളൊരു വ്യത്യാസമില്ല. ഓക്കെ, ആൺ പെണ്ണെന്നുള്ളൊരു വ്യത്യാസമില്ല. 18 വയസ്സിന് താഴെയാണോ, 18 ശ്രദ്ധിക്കുക, 18 വയസ്സിന് താഴെയാണോ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഈ ഒരു പോക്സോ സംരക്ഷണം ലഭിക്കും. ഓക്കെ, അപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന ആക്റ്റാണ് ഏതെന്ന് പറയുന്നത് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുട്ടികൾക്കെതിരെയായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തരംതിരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും ശിക്ഷകളും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതായത് ഓരോ കുറ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ശിക്ഷകൾ ക്രമമായിട്ട് ഈ പറയുന്ന പോക്സോ ആക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നൽകിയിട്ടുണ്ട്. ഓക്കെ, കുട്ടികൾക്കെതിരെ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും ശിക്ഷകളും ഈ ഒരു നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ കേസൊക്കെ വളരെ പെട്ടെന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് പോക്സോ കേസിന് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കോടതികൾ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്.
നടപടിക്രമങ്ങളിൽ ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ആ കുട്ടികളെ ഇരയായിട്ടുള്ള കുട്ടികളെ വിരട്ടാനോ അതിനൊന്ന് ഭീഷണിപ്പെടുത്താനോ പാടില്ല. ശിശു സൗഹൃദമായിട്ടുള്ള നടപടിയായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇനി പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്ന പ്രായം 18 വയസ്സിന് താഴെ. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് എന്തെന്ന് ഈ പറയുന്ന പോക്സോ കേസിൻ്റെ സംരക്ഷണം ലഭിക്കുക. ഓക്കെ, ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ പോക്സോയുമായി ബന്ധമില്ലാത്തത് ഏത്, പോക്സോയുമായി ബന്ധമുള്ളത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. ആ പരീക്ഷയ്ക്ക് എന്തായിരുന്നാലും ഉറപ്പായിട്ടും ചോദിക്കും. ഇനി ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഇനി ആർക്കാണ് ഈ പറയുന്ന പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഇവിടെ മാതാപിതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യാം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാം, ചൈൽഡ് ലൈനിലെ ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാം, ആശുപത്രി ജീവനക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാം, പിന്നെ അതുപോലെ ഡോക്ടർ, സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, അതുപോലെ പൊതുപ്രവർത്തകർക്ക്, പിന്നെ കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. അതായത് ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇന്ന ആളൊന്നൊന്നുമില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യമാണ് പോക്സോ കുറ്റകൃത്യങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഈ പോക്സോ കേസുകൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ശിക്ഷ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഇവിടെ പോക്സോ കുറ്റകൃത്യങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അതിന് ഉത്തരവാദിത്തമുള്ള സ്കൂളിലെ പ്രിൻസിപ്പാൾ, അതായത് സ്കൂൾ പ്രിൻസിപ്പാൾ, ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ, ബാലമന്ദിരത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തുടങ്ങിയ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യും, പ്രേരണ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടും. ഓക്കെ, പ്രേരണ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടും. അതാണ് ഈ പോക്സോ ആക്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ പോക്സോ കുറ്റകൃത്യങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം ഉത്തരവാദിത്തമുള്ള സ്കൂളിലെ പ്രിൻസിപ്പാൾ, പിന്നെ അതുപോലെ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ ബാലമന്ദിരത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും എന്ത് ചെയ്യും, പ്രതി ചേർക്കപ്പെടാം. ഓക്കെ, പ്രതി ചേർക്കപ്പെടും. ഓക്കെ, അതാണ് കറക്റ്റ് പോയിന്റ്, പ്രതി ചേർക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയേണ്ടത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് ആർക്ക് എന്നാണ്. ഓക്കെ, നമുക്ക് ലോക്കൽ പോലീസിന് കൊടുക്കാം. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് വേറെ ചൈൽഡ് ലൈനിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഉണ്ട് അവർക്ക് കൊടുക്കാം, ചൈൽഡ് ലൈനിൽ കൊടുക്കാം. നമ്പർ ടോൾ ഫ്രീ നമ്പറാണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 1098. ഓക്കെ, അത് മറക്കരുത്, 1098. അത് ആരുടെ നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസാ. ഓക്കെ, ഇനി സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അവർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പരാതി കൊടുക്കാം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഈ സംഘടനയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോക്സോ കേസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി പോക്സോ ഭേദഗതി നിയമം 2019. അപ്പോൾ നമ്മൾ പറഞ്ഞു പോക്സോ നിയമം നിലവിൽ വന്നത് 2012 പറഞ്ഞു. 2012 തൊട്ട് 2019 ആയപ്പോഴത്തേക്ക് പോക്സോ എണ്ണം ഗണ്യമായിട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്യാം എന്ന് തീരുമാനമെടുത്തു, അല്ലെങ്കിൽ പൊളിച്ചെഴുതാം എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24 പോക്സോ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇനി പോക്സോ കേസ് അല്ലെങ്കിൽ പോക്സോ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ആളാണ്. വീരേന്ദ്രകുമാറാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 1 ഈ പറയുന്ന പോക്സോ ബില്ല് അല്ലെങ്കിൽ ഭേദഗതി ബില്ല് എന്ത് ചെയ്യുന്നത്, ലോക്സഭ പാസ്സാക്കുന്നത്. ബില്ലിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്, പ്രസിഡൻറ്റ് ഒപ്പുവയ്ക്കുന്നത് ഓഗസ്റ്റ് 5 2019 ഓഗസ്റ്റ് 5 എന്ത് ചെയ്യുന്നത്, ബില്ലിൽ ഒപ്പുവയ്ക്കുന്നത്. ഓക്കെ, ഇനി 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി വരുത്തിയ സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. 2, 4, 5, 6, 9, 14, 15, 34, 42, 45 ഇത്രയും സെക്ഷനുകളാണ് എന്ത് ചെയ്തത്, ഭേദഗതി വരുത്തിയത്. മൊത്തം എത്ര സെക്ഷനാണെന്ന് ചോദിക്കും. അത് ആകെ 10 സെക്ഷനുകളാണ് എന്ത് ചെയ്തത്, ഭേദഗതി വരുത്തിയത്. ഓക്കെ, അപ്പോൾ ഭേദഗതി വരുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി.
ഓക്കെ, കുറേ മാറ്റങ്ങൾ വരുത്തി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, പുതുതായിട്ട് എന്തൊക്കെ കൂട്ടിച്ചേർക്കാം അതെല്ലാം കൂട്ടിച്ചേർത്തു. ഓക്കെ, അതാണ് ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബാലസൗഹൃദ നടപടിക്രമങ്ങളാണ്. ഓക്കെ, ഇതും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള വിചാരണ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുവാൻ അനുവദിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നു. അതായത് വലിച്ചഴച്ച് കൊണ്ടുപോകാതെ പെട്ടെന്ന് കേസുകളൊക്കെ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ കോടതികൾ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പോലുള്ള കോടതികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്നതുമായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കുന്നു. ആവശ്യമില്ലാത്ത മാധ്യമ റിപ്പോർട്ടുകൾ, പിന്നെ കുട്ടിയുടെ പ്രൈവസി, ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, വിലക്കപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ മൊഴി രേഖപ്പെടുത്തുന്ന കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് എവിടെയാണോ സൗകര്യം മൊഴി കൊടുക്കാൻ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൊഴി കൊടുക്കാം. ഇന്ന സ്ഥലമൊന്നുമില്ല, കുട്ടിക്ക് ഏത് സ്ഥലമാണ് സൂട്ടബിളായിട്ട് തോന്നുന്നത് ആ സ്ഥലത്ത് ചെന്ന് എന്ത് ചെയ്യാം, മൊഴി കൊടുക്കാം. ഓക്കെ, ഇനി സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൂടെ എന്ത് ചെയ്യണം, മൊഴിയെടുക്കാൻ കൂടെ കൊണ്ടുപോകണം. ഓക്കെ, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതയെയും കൂടെ എന്ത് ചെയ്യണം, ഒരു വനിതാ ഉദ്യോഗസ്ഥയെ കൂടെ മൊഴിയെടുക്കാൻ കൂടെ പോകണം. കൊണ്ടുപോകുമ്പോൾ പുള്ളിക്കാരത്തി യൂണിഫോം ഇടാൻ പാടില്ല. ഓക്കെ, യൂണിഫോം ഇടാൻ പാടില്ല, അല്ലാത്ത ഡ്രസ്സിൽ, സിവിൽ ഡ്രസ്സിൽ വേണം എന്ത് ചെയ്യാൻ, പോകാൻ. ഓക്കെ, യൂണിഫോം ഇടാൻ പാടില്ല. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, മറക്കരുത്. അതുപോലെ 30 ദിവസത്തിന് ഉള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. ഓക്കെ, പോലീസ് എത്ര ദിവസത്തിനകത്ത് രേഖപ്പെടുത്തണം, 30 ദിവസത്തിനകത്ത് ഈ ഒരു മൊഴി രേഖപ്പെടുത്തിയിരിക്കണം. കോടതി വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഓക്കെ, കോടതിയുടെ വിചാരണ 1 വർഷത്തിനകത്തുള്ളിൽ എന്ത് ചെയ്യണം, ഇത് പൂർത്തീകരിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബാലസൗഹൃദ നടപടികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഓക്കെ, എന്താണ് സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദ്ഘാടനം ചെയ്തത് മേനകാ ഗാന്ധി. ഈ പരിപാടി ആരംഭിച്ച് 2016 ഓഗസ്റ്റ് 26-നാണ്. 2016 ഓഗസ്റ്റ് 26-നാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചത്. ഓക്കെ, ഇനി കുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന വനിതാ ശിശുവികസനം വകുപ്പിൻ്റെ കീഴിൽ പുറത്തിറങ്ങിയ ഹ്രസ്വ ചിത്രമേത്? ഷോർട്ട് ഫിലിമാണ് കോമൾ. ഓക്കെ, പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് കോമൾ. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ ഷോർട്ട് ഫിലിമാണ് എന്തെന്ന് പറയുന്നത്, കോമൾ എന്ന് പറയുന്നത്. അത് കേരള സർക്കാരിൻ്റെയാണ്. ഓക്കെ, കോമൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോക്സോ തീർന്നിട്ടില്ല. ഇത് ആദ്യത്തെ പാർട്ടാണ്. പോക്സോയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇവരുടെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.